ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തോൾക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. College of Commerce, Punalur. AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ.
കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള എക്സലൻസ് പുരസ്കാരം വീണ്ടും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക്. പുനലൂർ താലൂക്ക് ആശുപത്രിയെ പുരസ്കാരം തേടിയെത്തുന്നത് ഇത് 4ാം തവണ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിക്കും. പുനലൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 3ാമത് വാർഷികവും മെറിറ്റ് ഈവനിങ്ങും നിയമസഭാ സ്പീക്കർ ശക്തൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകളെ സ്പീക്കർ ചടങ്ങിൽ ആദരിച്ചു. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള എക്സലൻസ് പുരസ്കാരം ഇത്തവണയും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക്. ഇത് 4ാം തവണയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയെ തേടി പുരസ്കാരം എത്തിയിരിക്കുന്നത്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള എക്സലൻസ് പുരസ്കാരം ഇപ്രാവശ്യം പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചു. 2012-13 വർഷങ്ങളിൽ മികച്ച താലൂക്ക് ആശുപത്രി എന്ന നിലയിൽ 1ാം സ്ഥാനവും 2013-14 മികച്ചതിൽ മികച്ചത് എന്ന നിലയിൽ എക്സലന്റ് അവാർഡും ഈ ആശുപത്രിയെ തേടിയെത്തിയിരുന്നു. ഇപ്പോൾ 2015 എക്സലന്റ് അവാർഡും ഈ താലൂക്ക് ആശുപത്രിക്കാണ് ലഭിച്ചത്. സുഗന്ധം പരത്തുന്ന ആശുപത്രി എന്ന നിലയിൽ പ്രസിദ്ധമായ ഈ ആശുപത്രി വ്യത്യസ്തതകൾ കൊണ്ട് എന്നും വ്യത്യസ്തമാവുകയാണ്. പൊതുമേഖലയിൽ ആദ്യമായി വേതനരഹിത പ്രസവം തുടങ്ങിയ സ്ഥാപനം 1000 വേതനരഹിത ജനനങ്ങൾ സാധ്യമാക്കിയ സ്ഥാപനമെന്ന പേരും ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടക്കുന്ന പൊതുമേഖലാ സ്ഥാപനം, ക്യാഷ് പുരസ്കാരം സംസ്ഥാനം ആദ്യം ലഭിക്കുന്ന താലൂക്ക് ആശുപത്രി, സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഡോക്ടർ, മികച്ച ജീവനക്കാരൻ പുരസ്കാരങ്ങൾ പല തവണകളിലായി ഈ ആശുപത്രിയെ തേടിയെത്തി. ഓക്സിജൻ ജനറേറ്റർ, എയറോബിക് കമ്പോസ്റ്റിംഗ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം എന്നിങ്ങനെ നൂതനങ്ങളായ പദ്ധതികളാണ് ഈ ആശുപത്രി നടപ്പിലാക്കി വരുന്നത്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ജീവനക്കാരോടൊപ്പം ഈ പ്രദേശത്തെ ഒരു നല്ല വിഭാഗം നന്മ നിറഞ്ഞ മനുഷ്യരുടെയും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ വിജയമാണ് അവാർഡിന് അർഹനാക്കാൻ സാധിച്ചതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ പറഞ്ഞു. ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി എന്നുള്ള അവാർഡ് ഇപ്രാവശ്യം പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് തുടർച്ചയായ 4ാം പ്രാവശ്യമാണ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2012 താലൂക്ക് ആശുപത്രിയിൽ 1ാം സ്ഥാനം നമുക്ക് ലഭിച്ചു. 2013 1ാം സ്ഥാനം ലഭിച്ചു. 2014 എക്സലൻസ് അവാർഡാണ് മികവിൽ മികച്ച, ഏറ്റവും 1ാം സ്ഥാനത്തേക്കാളും മികച്ചത് എന്നുള്ള രീതിയിൽ എക്സലൻസ് അവാർഡാണ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. വീണ്ടും 2015 വീണ്ടും എക്സലൻസ് അവാർഡ് 1ാം സ്ഥാനത്തേക്കാളും മികച്ചതെന്ന് ഏറ്റവും മികച്ചതെന്നുള്ള അർത്ഥം വരുന്ന, മികവിൽ മികച്ചതെന്ന അർത്ഥം വരുന്ന സ്ഥാനമാണ്, എക്സലൻസ് അവാർഡാണ് ഇപ്രാവശ്യം ലഭിച്ചത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആശുപത്രി ഏറ്റവും സുന്ദരമായിട്ട് സൂക്ഷിക്കാൻ ഇതിന്റെ ഫലമാണ്. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാം, സംസ്ഥാനത്തെ വ്യത്യസ്തമായ പ്രവർത്തനം നടത്തുന്ന താലൂക്ക് ആശുപത്രിയാണിത്. ഇവിടെ ആരോഗ്യവകുപ്പിൽ നമ്മൾ വേതനരഹിത പ്രസവം തുടങ്ങി, അത് 1300 കഴിഞ്ഞു. 10 ഭാഗങ്ങളിൽ നമ്മൾ പൂന്തോട്ടമുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്, മഴവെള്ള സംഭരണി 1 ലക്ഷം ലിറ്റർ സംഭരിക്കാൻ ശേഷിയുള്ള മഴവെള്ള സംഭരണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ പാർലർ, ഓക്സിജൻ ജനറേറ്റർ വെച്ച് ഓക്സിജൻ പാർലർ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ എയറോബിക് കമ്പോസ്റ്റിംഗ്, ഏറ്റവും ബയോളജിക്കൽ വേസ്റ്റ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്ന 5 എയറോബിക് കമ്പോസ്റ്റിന്റെ പ്ലാന്റ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണി പൂർത്തിയാകാറായി. പിന്നെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ റീസൈക്ലിംഗിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മുഴുവൻ ഇമേജിന്റെ പദ്ധതിയിൽപ്പെടുത്തി ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഈ ആശുപത്രി ടോട്ടലി പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ആശുപത്രിയിലുള്ളത്. അത് ഈ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ ആശുപത്രി സ്വന്തം ഭവനം പോലെ ഏറ്റവും വൃത്തിയായിട്ട് സുഗന്ധം പരത്തുന്ന ആശുപത്രി എന്നാണ് പുനലൂർ താലൂക്ക് ആശുപത്രി അറിയപ്പെടുന്നത് തന്നെ. ഒരു 9,000-ഓളം ജനങ്ങൾ പ്രതിദിനം വന്നു പോകുന്ന രോഗികൾ, കൂട്ടിരിപ്പുകാർ, സന്ദർശകർ, മറ്റ് പല ടെസ്റ്റുകൾക്ക് മാത്രം വരുന്നവരൊക്കെ ചേർന്ന് ഏകദേശം 9,000 ആയിട്ടുള്ള ആൾക്കാർ ഈ ആശുപത്രിയിൽ പ്രതിദിനം വന്നു പോകുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത്രയും ആൾക്കാരുടെ വിസിറ്റേഴ്സ് ഉള്ള ഒരു ആശുപത്രി, അതും ഒരു പൊതുമേഖലാ സ്ഥാപനം, സർക്കാർ ഉടമസ്ഥയിലെ സ്ഥാപനം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. അത് ഈ ആശുപത്രിയിലെ ജീവനക്കാരുടെ കഠിനമായ പ്രയത്ന ഫലമാണ്. ഒപ്പം തന്നെ ഈ പുല്ലൂർ നഗരസഭ, പുല്ലൂർ MLA, ഈ പ്രദേശം നമ്മുടെ HMC അംഗങ്ങൾ, സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രി ഇത്തരത്തിൽ മികച്ചതിൽ മികച്ച എന്ന നിലയിൽ എക്സലന്റ് അവാർഡ് നേടിയെടുക്കുന്നത് ഇതാദ്യമായാണ്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 കൊച്ചി കലൂരിൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഊർജ്ജ മലിനീകരണ നിയന്ത്രണ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പുരസ്കാരം വിതരണം ചെയ്യും. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി K. ബാബു, KV തോമസ് MP, ഹൈബി ഈഡൻ MLA, കൊച്ചി മേയർ ടോണി ചമണി, മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ K. സജീവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, ആശുപത്രി ജീവനക്കാർ, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ ചേർന്ന് അവാർഡ് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിക്കും.
3300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് മറ്റു ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഒരു മാതൃകയാണ്. ഉന്നത വിദ്യാഭ്യാസ നിലവാരവും ചിട്ടയായ വിദ്യാഭ്യാസവും അർപ്പണബോധമുള്ള അധ്യാപകരുമാണ് ഈ സ്കൂളിന്റെ വിജയത്തിനു പിന്നിൽ. 1965 സ്കൂൾ സർക്കാർ ഏറ്റെടുത്തത്. ജൂൺ 6 ആരംഭിക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ രാജു MLA മുഖ്യപ്രഭാഷണം നടത്തും. KN ബാലഗോപാൽ MP അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, സ്കൂൾ പ്രിൻസിപ്പൽ A നൌഷാദ് എന്നിവർ സന്നിഹിതരാകും. പരിശീലനത്തിൽ ഒരു വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നിന്ന് പുറപ്പെട്ട് അഞ്ചൽ ആരോഗ്യശിബിരത്തിൽ സ്കൂളിൽ അവസാനിക്കുന്ന വിളംബര ഘോഷയാത്ര. അതിൽ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും, അധ്യാപകരും, പൂർവ്വ വിദ്യാർത്ഥികളും, പഴയകാലത്തെ അധ്യാപകരോടക്കം ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും പങ്കാളികളാലും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ സംഘാടക സമിതി നേതൃത്വത്തിൽ നടന്നുവരികയാണ്. അതുപോലെ തന്നെ ജൂൺ മാസം 6 തീയതി വൈകിട്ട് 3 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവർണർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ശ്രീ പി സദാശിവം അദ്ദേഹമാണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. PTA പ്രസിഡന്റ് ബാബു പണിക്കർ, സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദ്, ഹെഡ്മാസ്റ്റർ സുരേഷ് ജെ, ഡെപ്യൂട്ടി ഹെഡ് മിനിസ്റ്റർ ശൈലജ, PTA വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ, പബ്ലിസിറ്റി കൺവീനർ ഗിരികുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 3ാമത് വാർഷികവും മെറിറ്റ് ഈവനിങ്ങും നിയമസഭാ സ്പീക്കർ N ശക്തൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്പീക്കർ പ്രതിഭകളെയും ആദരിച്ചു. പുനലൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 3ാമത് വാർഷികവും മെറിറ്റ് ഈവനിങ്ങും പുനലൂരിൽ സംഘടിപ്പിച്ചു. പുനലൂർ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ N ശക്തൻ നാടാർ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ കേരളത്തിൽ ജനങ്ങളെ സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിയത് നമ്മുടെ സഹകരണ മേഖലയാണ്. നമ്മുടെ കുട്ടികൾ പഠിച്ച് ഏറ്റവും ഉന്നതമായ മേഖലയിലെത്തണം. അതിനുവേണ്ടി സർവസ്വവും മുടക്കാൻ, സർവസ്വവും ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് നമ്മുടെ രക്ഷകർത്താക്കൾ. ആ കുട്ടികൾ പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി വരുമ്പോൾ അവരെ നമ്മൾ ആദരിക്കണം, അവരെ അംഗീകരിക്കണം. പക്ഷെ ഇത് പലപ്പോഴും കാണുന്നത് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ 100 മാർക്ക് വാങ്ങണം എന്നുള്ളത് രക്ഷകർത്താക്കൾക്ക് നിർബന്ധമാണ്. അത് എല്ലാവർക്കും അതുണ്ടാകും, സ്വാഭാവികമാണ്. അങ്ങനെ നിർബന്ധം ഉണ്ടാകുകയും വേണം. പക്ഷേ 98 മാർക്ക് വാങ്ങിയിട്ട് വരുന്ന ഒരു കുട്ടിയോട് 98 കിട്ടി എന്ന് പറഞ്ഞ് ഒരു അഭിനന്ദനം അറിയിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമുക്ക് അറിയേണ്ടത് 98 മാർക്കല്ലേ കിട്ടിയുള്ളൂ, ബാക്കി 2 മാർക്ക് എവിടെ പോയി എന്നാണ്. 98 മാർക്ക് കിട്ടി എന്ന് സന്തോഷത്തോടുകൂടി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വരുന്ന ഒരു കുട്ടിയെ ആദ്യം 98 മാർക്ക് കിട്ടിയതിന് നമ്മൾ അഭിനന്ദിക്കണം, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. എന്നിട്ട് അടുത്ത പരീക്ഷയിൽ 100 മാർക്കും വാങ്ങണം എന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ഉദ്ഘാടന സമ്മേളനത്തിന് ബാങ്ക് പ്രസിഡന്റ് ഭാരതിപുരം ശശി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി വി വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ആമുഖ പ്രഭാഷണം നടത്തി. SSLC +2 അവാർഡ് ജേതാക്കളെ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു അനുമോദിച്ചു. അവാർഡുകൾ വിതരണം ചെയ്തു. ആതുര സേവന രംഗത്തും കായിക രംഗത്തും കാർഷിക രംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച പ്രമുഖ വ്യക്തികളെ സ്പീക്കർ N ശക്തൻ നാടാർ ഉപഹാരം നൽകി അനുമോദിച്ചു. ഐക്കരക്കോണം മരുതിവിള വീട്ടിൽ ഡോക്ടർ MS സുനിൽകുമാർ. ഇദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ സീനിയർ സർജനാണ്. സങ്കീർണമായ ആയിരക്കണക്കിന് ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർ സുനിൽ പ്രശസ്തനായി. 20,000 പരം തിമിര ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞു. കായിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ ടിജു രാജുവിനെയും വേദിയിൽ അനുമോദിച്ചു. ദേശീയ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റനായ ടിനിയു രാജു പുനലൂരിലെ കായിക പ്രേമികൾക്ക് ആവേശവും പുനലൂരിന് അഭിമാനവുമാണ്. പുനലൂർ മാർക്കറ്റ് വാർഡിൽ തയ്യിൽ പുത്തൻ വീട്ടിൽ രാജുവിന്റെയും കുഞ്ഞുമോളുടെയും മകളാണ് ടിനി രാജു. കാർഷിക രംഗത്തെ മികച്ച നേട്ടം കൈവരിച്ച യോഹനാൻ കുട്ടിയെയും വേദിയിൽ അനുമോദിച്ചു. കരവാളൂർ ചൂലാട്ടി വീട്ടിൽ കർഷകനായ കുഞ്ഞുകുഞ്ഞിന്റെയും അന്നമ്മയുടെയും മകനാണ് യോഹനാൻ കുട്ടി. കരവാളൂർ മർത്തോമ സ്കൂളിൽ ക്ലർക്കായി ജോലിയിൽ നിന്നും വിരമിച്ച യോഹനാൻ കുട്ടി ഇടവേളകളിലും കാർഷിക വൃത്തിയായിരുന്നു പ്രധാനമായി സ്വീകരിച്ചത്. 2011ലും 12ലും കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച കർഷകനുള്ള അവാർഡും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ചടങ്ങിൽ മുൻ MLA പുനലൂർ മധു, KPCC എക്സിക്യൂട്ടീവ് അംഗം S താജുദ്ദീൻ, പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇടമൺ ഇസ്മയിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.
7 പതിറ്റാണ്ടോളം പഴക്കമുള്ള പുനലൂരിലെ സർക്കാർ LP സ്കൂൾ തകർച്ചയുടെ വക്കിൽ. നിറമങ്ങിയ പ്രവേശനോത്സവത്തിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തിയത് 2 കുരുന്നുകൾ മാത്രം. മനോജ് വെൺമളയുടെ റിപ്പോർട്ട്. ഈ ഉയർന്നു കേൾക്കുന്ന മനോഹര സംഗീതത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു സർക്കാർ പള്ളിക്കൂടത്തിൻ്റെ ദയനീയ കഥ. സർക്കാർ സ്കൂളുകൾക്കൊപ്പം അൺഎയ്ഡഡ് സ്കൂളുകൾ പ്രവേശനോത്സവത്തിന് കൂപ്പുകൂട്ടി ചെണ്ടമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ മത്സരിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗാനം കുട്ടികളെ ഒന്ന് മൈക്കിലൂടെ കേൾപ്പിക്കാൻ കഴിയാതെ അവസാനം മൊബൈൽ ഫോണിനെ അഭയം പ്രാപിച്ച ദൃശ്യങ്ങളാണിത്. ഇത് പുനലൂർ നഗരസഭ തിരിഞ്ഞു നോക്കാത്ത നഗരസഭയുടെ അധീനതയിലുള്ള പോലീസ് സ്റ്റേഷന് സമീപത്തെ സർക്കാർ LP സ്കൂളാണ്. പ്രവേശനോത്സവത്തിന് ഇവിടെ ലഭിച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ബാനറും പാട്ടും 2 കുട്ടികളും മാത്രം. ഇവിടെ എന്തൊക്കെ പരാധീനതകളില്ലെന്ന് കണ്ടുപിടിക്കാനാണ് പാട്. 1948 സ്ഥാപിതമായതാണ് ഈ സ്കൂള്. കെട്ടിനും മട്ടിനും ഇന്നും 67 വർഷത്തെ പഴക്കം. തകർന്നു തുടങ്ങിയ ഡെസ്കും ഒടിഞ്ഞു തൂങ്ങിയ ബെഞ്ചും പൊട്ടിപ്പൊളിഞ്ഞ മേശയും കസേരയും മേശപ്പുറത്ത് കുടല് ചാടിയ ഡസ്റ്റർ. 67 വർഷത്തോളം പഴക്കമുള്ള കേരളത്തിന്റെ ഭൂപടം. 1 മുതൽ 4 വരെയുള്ള ഡിവിഷനുകളിൽ പഠിക്കാനായി ആകെയുള്ളത് 24 കുട്ടികളും 6 അധ്യാപകരും. ഇത്ര ദയനീയമായ ഒരു സ്കൂൾ സംസ്ഥാനത്ത് ഓണം കേറ മൂലയിൽ പോലും കാണില്ല. സർക്കാർ സ്കൂളുകളുടെ പുനരുദ്ധാരണത്തിന് തമ്മിലടിച്ച് മത്സരിക്കുന്ന MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ഭരണകർത്താക്കളും ഈ സ്കൂളിനെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിർധനരായ റെയിൽവേ പുറമ്പോക്ക് നിവാസികളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. അധികൃതരുടെ അവഗണനയെയും അവഗണിച്ച് അമ്മമാർ ഇവിടെ കുട്ടികളെ അയക്കുന്നത് പഠനം നടന്നില്ലെങ്കിലും ഉച്ചക്കഞ്ഞിയെങ്കിലും കൃത്യമായി കിട്ടുമെന്ന് കരുതിയാണ്. ഇന്ന് സമൂഹത്തിൽ ഉന്നതിയിലുള്ള നിരവധി പ്രമുഖർ ആദ്യാക്ഷരം കുറിച്ച സ്കൂളാണിത്. പക്ഷേ ഒരാൾ പോലും സ്കൂളിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതും ഖേദകരം. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ അടിത്തറ പാകുന്നത് പ്രൈമറി സ്കൂളുകളാണ്. എന്നാൽ ഈ സ്കൂളിന്റെ അടിത്തറ പോലും തകർന്ന കാഴ്ചയാണിത്. മനോജ് വെൺമള, ലൈവ് വാർത്ത, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ.
ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442558870. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. നാടകം സ്കൂളുകളിൽ പ്രവേശനോത്സവം ആഘോഷമായപ്പോൾ പരിമിതികളിൽ വീർപ്പുമുട്ടി വീണ്ടും ഒരു അധ്യയന വർഷത്തെ വരവേൽക്കുകയാണ് ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും സൗകര്യങ്ങളില്ലാതെ ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇത്തവണത്തെ പ്രവേശനോത്സവവും പ്രതിഷേധങ്ങളിൽ മുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ പ്രവേശനോത്സവം നടത്താൻ തയ്യാറായ PTA നടപടിയെ ചോദ്യം ചെയ്ത് BJP പ്രവർത്തകരും രക്ഷകർത്താക്കളും രംഗത്തെത്തി. ഏറെ നേരത്തെ വാഗ്വാദത്തിനൊടുവിൽ ഒരാഴ്ചയ്ക്കകം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താമെന്ന് PTA ഉറപ്പു നൽകി. ഇതിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് BJPയുടെ തീരുമാനം. ഏകദേശം 1500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തുറക്കേണ്ടി വന്നത് NCC ക്യാമ്പ് നടക്കുന്നതിനാലാണെന്നാണ് PTA ന്യായം. അതേസമയം NCC കാഡറ്റ്സ് അവർ പ്രത്യേകം തയ്യാറാക്കിയ ടോയ്ലറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. ലൈവ് വാർത്ത, അഞ്ചൽ. ചാലിയക്കര LP സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ K. പ്രതാപചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചാലിയക്കര LP സ്കൂളിലെ പ്രവേശനോത്സവം ചെണ്ടമേളത്തിന്റെയും ഘോഷയാത്രയുടെയും അകമ്പടിയോടെയാണ് ആരംഭിച്ചത്.
ചാലിയക്കര വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ 10 കുട്ടികളെ താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് മറ്റു കുട്ടികൾ ക്ലാസ്സിലേക്ക് ആനയിച്ചത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും വാർഡ് മെമ്പർ മധുര നൽകി. തുടർന്ന് ചേർന്ന യോഗം സ്കൂൾ മാനേജർ കെ പ്രതാപചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ഷീബ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപിക ഷീബ, മുൻ പ്രഥമാധ്യാപിക ജി അംബിക, എസ്റ്റേറ്റ് മാനേജർ ശ്യാം, മുൻ മെമ്പർ ജി ഗിരീഷ് കുമാർ, ലൈലജ, റഷീദ, ഗണപതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. തലവൂർ ദേവസ്വം പ്രസിഡന്റ് ടി ജയപ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ ഗംഗാധരപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം പ്രസിഡന്റ് ടി ജയപ്രകാശ് നിർവഹിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകളുടെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ആധിക്യം ഉണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾക്കും അതുപോലൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകൾക്കും ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണം സ്വാഭാവികമായും നമ്മുടെ സ്കൂളിനും സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 3000 വിദ്യാർത്ഥികൾ ഈ സ്കൂൾ അങ്കണത്തിൽ നിന്ന് പഠിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അൺഎയ്ഡഡ് സ്കൂളുകളെക്കാൾ വെല്ലുന്ന തരത്തിലുള്ള ഭൗതിക സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന് അതുപോലെ തന്നെയുള്ള ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്ലാസുകൾ, എന്തൊക്കെയാണോ ആധുനികമായിട്ടുള്ള ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ അതിനെ വെല്ലുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ ഇവിടെ 3000 വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് 3500 വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മാനേജ്മെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബൈജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. മുൻ ദേവസ്വം മാനേജർമാരായ PK മോഹൻപിള്ള, ഭാനു വിക്രമൻപിള്ള, CS സജികുമാർ, സെക്രട്ടറി KG ബാലകൃഷ്ണൻ, അധ്യാപകരായ പ്രേമലത, ശ്യാമളകുമാരി, രേഷ്മ, ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ വിദ്യാഭ്യാസ രീതിക്കനുസരിച്ച് വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് ക്ലാസ് റൂമുകളും സ്കൂൾ പരിസരവും ഒരുക്കിയിരിക്കുന്നത്. പ്രവേശനോത്സവ ചടങ്ങിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത് ENT സ്പെഷ്യലിസ്റ്റ്, ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur.
Data Tech Institute of Management and Technology, Chivankovil Road, Punalur. Kerala University Learners Support Center ആയ Data Tech, BBA, BCA, BCom Computer Application, BCom Corporation, BA English തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom Finance, MA English തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റ ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ചിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. CBSE 10ാം തരം പരീക്ഷയിൽ പനമ്പറ്റ മന്നം സെൻട്രൽ സ്കൂളിന് 100 മേനി വിജയം. പരീക്ഷ എഴുതിയ 19 വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായി. CBSE 10ാം തരം പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ പനമ്പറ്റ മന്നം സെൻട്രൽ സ്കൂളിന് 100 മേനി വിജയം. 19 വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിൽ നിന്നും 10ാം തരം പരീക്ഷ എഴുതിയത്. ഇതിൽ 8 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A1 നേടി. സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായാണ് സ്കൂളിന് ഉന്നത വിജയം നേടാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ രാധാകൃഷ്ണ പിള്ള പറഞ്ഞു. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50% കുട്ടികൾക്ക് A1 ഓടി കിട്ടി പാസ്സായിട്ടുള്ളതാണ്. സ്കൂൾ എന്ന് പറയുന്നത് പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഭാഗത്തുള്ള ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കുട്ടികളെ കോച്ചിങ് ചെയ്യുന്നതിനും കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നതിനും ഒക്കെ ഉള്ള സന്ദർഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഈ വിജയശതമാനം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഞങ്ങളുടെ എല്ലാം കൂട്ടായ്മയുടെ ഫലമായിട്ടൊരു നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചു. എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉന്നത വിജയം നേടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അധ്യാപകരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത്രയും മികച്ച വിജയം നേടാൻ കഴിഞ്ഞതെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. LKG മുതൽ ഞങ്ങൾ എല്ലാവരും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത്രയും നല്ല വിജയം കിട്ടുന്നതിൽ ഞങ്ങളുടെ സാറുമാരും എൻ്റെ സുഹൃത്തുക്കളെല്ലാം വളരെ സഹായിച്ചു. ഈ വിജയത്തിന് എൻ്റെ ഗുരുക്കന്മാരും സുഹൃത്തുക്കളും അതുപോലെ എല്ലാ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും നല്ലതായിട്ട് സഹായിച്ചു. അതുപോലെ ഏത് നേരവും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നല്ലതായിട്ട് സഹായിക്കുകയും ചെയ്തിരുന്നു. സ്കൂളിന് മികച്ച വിജയം കൈവരിക്കാൻ സഹായിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒത്തുകൂടിയപ്പോൾ മധുരം നൽകിയാണ് അധ്യാപകർ ഇവരെ വരവേറ്റത്. ലൈവ് വാർത്ത, പുനലൂർ. KIPയുടെ അധീനതയിൽ തെന്മല ലുക്കൌട്ടിൽ പ്രവർത്തിക്കുന്ന മിൽമ ബൂത്ത് തകർക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണം. ഇതിനെതിരെ പ്രതിഷേധവും വ്യാപകമാകുന്നു. നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന ലുക്കൌട്ടിലെ മിൽമ ബൂത്ത് കരാർ ഏറ്റെടുത്തവർക്ക് വഴിയോര കച്ചവടക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. മുൻപ് ഇത് സംബന്ധിച്ച് നിരവധി തവണ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കരാർ കാലാവധി തീരുകയും പുതിയ കരാർ നിലവിൽ വരികയും ചെയ്തിരുന്നു. പോയ വർഷം 2200 രൂപയ്ക്ക് നടന്ന ലേലം ഇത്തവണ 8300 രൂപയായി വർദ്ധിച്ചു. ഇതുകൂടാതെ കറന്റ് ചാർജും വെള്ളത്തിന്റെ ചാർജും പ്രത്യേകം അടയ്ക്കേണ്ടതുണ്ട്. പോയ വർഷം കരാറെടുത്തോടെ നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നീക്കം ചെയ്യുവാനും KIP നോട്ടീസ് നൽകിയതായും ഇത് വൻ നഷ്ടത്തിന് കാരണമാകുന്നതായും കടയുടമ പറയുന്നു. നിയമാനുസൃത ലേലത്തെ പിടിച്ചാണ് ഞാൻ എടുക്കുന്നത്. അന്ന് ഇവിടെ നടത്തിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൈമാറ്റം നടത്തരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ആളിൻ്റെ അടുത്ത് ഒരാവശ്യപ്പെട്ടിട്ടില്ല. ഞാനിത്
സെറ്റിംഗ് എല്ലാം കൂടെ അന്ന് 87,500 രൂപയ്ക്ക് നിലവിലിരുന്ന ആളിൻ്റെ അടുത്തുനിന്ന് ഞാൻ വിലക്കെടുത്താണ്. പിന്നെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ഞാനിതിൽ നടത്തിയിട്ടുണ്ട്. ഇത്രയെല്ലാം നടത്തി വന്നിട്ട് എൻ്റെ കാലാവധി കഴിയുന്ന ഈ സമയത്തിന് 1 മാസത്തിന് മുമ്പ് തന്നെ എനിക്ക് നോട്ടീസ് തന്നു കട പൊളിച്ചു മാറ്റണം എന്ന്. അതുകൂടാതെ ഇപ്പോൾ 2 ദിവസത്തേക്ക് മുമ്പ് വേറെ നോട്ടീസും കൂടെ തന്നിരിക്കുന്നത് നിർബന്ധമായിട്ട് 31-ാം തീയതിക്ക് വെച്ച് പൊളിച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഇരുന്നവർക്കെല്ലാം ഇത് കൈമാറ്റം നടത്തി പോകാൻ പറ്റും. പക്ഷേ എനിക്കതിന് കൈമാറ്റം നടത്തി ഞാൻ നിർബന്ധമായിട്ട് പൊളിച്ച് മാറ്റി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിലവിൽ എനിക്ക് അതൊരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ട് എനിക്കിതിനകത്ത് ഇപ്പോൾ നഷ്ടം ഉണ്ടാകും പൊളിച്ച് മാറ്റി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. ഇന്ന് പൊളിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിത് പൊളിച്ച് മാറ്റിയിട്ട് നാളെ ഞാൻ കോടതിയിൽ പോയി നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. വഴിയോര കച്ചവടക്കാരെ സഹായിക്കാൻ KIPയും പ്രദേശത്തെ ചില രാഷ്ട്രീയ നേതാക്കളും ശ്രമിക്കുന്നതായും മിൽമ ബൂത്ത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പൊതുപ്രവർത്തകൻ വിൻസെന്റ് ആരോപിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മറ്റു ഇവിടുത്തെ പ്രാദേശിക ഗുണ്ടകളുടെയും സപ്പോർട്ടോടുകൂടി അനധികൃതമായ ലേലം നടത്തുകയും ലേലത്തിൽ ഒരു സാഹചര്യത്തിലും ഒതുങ്ങാത്ത രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വരെയും 2,555 രൂപയിൽ ലേലം ഉറപ്പിച്ച് 2 വർഷം അതേ രീതി പുതുക്കി മാന്യമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മിൽമ ബൂത്ത് ഈ പ്രാവശ്യം ഒരു രീതിയുമില്ലാതെ നേരത്തെ കൂട്ടി ആലോചിച്ച പ്രകാരം 8,600 രൂപ മാസം, 1 വർഷത്തേന് 8,600 രൂപ പൗലീൻ്റെ കീഴിലുള്ള മിൽമ ബൂത്തിന് കറണ്ട് ബില്ല് കൂടാതെ കറണ്ട് ബില്ലും കൂടെ കൂട്ടി 10,000 രൂപ അത് തന്നെ വരും. പിന്നെ വെള്ളത്തിൻ്റെ ഇത്രയും രൂപ കൊടുത്ത് ഇത് ലേലം ഉറപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള KLP കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് പിടിച്ചു കൊടുക്കുകയും അതിലൂടെ ലുക്കൗട്ടിലെ പൗലീനിൻ്റെ കീഴിലുള്ള മിൽമ ബൂത്തും ലുക്കൗട്ടിലെ പൗലീനും നശിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അത് ഒരിക്കലും ജനങ്ങൾ തിരിച്ചറിയുക, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. നേരത്തെ സാമൂഹ്യ വിരുദ്ധർ മിൽമ ബൂത്ത് അടിച്ചു തകർക്കുവാൻ ശ്രമിച്ചിരുന്നു. സംഭവത്തിൽ തെന്മല പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള എക്സലൻസ് പുരസ്കാരം വീണ്ടും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക്. പുനലൂർ താലൂക്ക് ആശുപത്രിയെ പുരസ്കാരം തേടിയെത്തുന്നത് ഇത് 4ാം തവണ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിക്കും. പുനലൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 3ാമത് വാർഷികവും മെറിറ്റ് ഈവനിംഗും നിയമസഭാ സ്പീക്കർ ശക്തൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകളെ സ്പീക്കർ ചടങ്ങിൽ ആദരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട്.